Honorable Chief Ministerന്റെ ഗുണ്ടായിസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈയിരിക്കട്ടെ. I know that he is actually selling everybody and making money to build his daughter's empire. Prado, Land Cruiser അങ്ങനത്തെ വണ്ടികളിലാണ് അത് കൊണ്ടുപോകണം. And moreover ഇത് ഇവിടുന്ന് പാക്ക് ചെയ്ത് കയറ്റുന്ന സമയം മുതൽ everybody is alert. ശിവശങ്കർ സർ ഇസ് അലേർട്ട്. അവിടെ പ്രോട്ടോകോൾ ഇല്ല, അവിടെ സെക്യൂരിറ്റി ചെക്ക് പാടില്ല. ദ കാർ ഗോസ് ഇൻ സ്മൂത്ത്ലി. PRO ബാക്ക് ചെയ്യുന്ന വണ്ടിയിൽ വിൽ ഫോളോ ടു ഫൈൻഡ് ഔട്ട് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദ വെഹിക്കിൾ reaching the cliff house, because under the care it's fine. I don't think that the Honorable Chief Minister can eat so much of biryani. That is equivalent to 30-40 people who can eat, and his family. My God, what is he then? Being a minister, he actually a group photo he came and put his hand across my shoulder, and I had to actually. Basically, he's a man. And ഈ PhD ഇൻ്റലക്ച്വൽ ഒന്നും ബെഡിൽ ആവശ്യമില്ലല്ലോ. ഇത്രയും ഒഫീഷ്യൽ പവറിലിരിക്കുന്ന ഒരു സ്ത്രീയോട് മതി മറന്ന് ഫോണിൽ പോലും മന്ത്രി എന്നുള്ള രീതിയിലും മതി മറന്നിട്ട് വിളിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാണാൻ കൊള്ളാമെന്നുള്ള ഒരു പാവപ്പെട്ട പെറ്റ് +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 കഴിഞ്ഞ് നിവർത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛനോ അമ്മയോ ഇതിനെയും കൊണ്ട് അയാളടുത്ത് പോയി കഴിഞ്ഞാൽ ടെൽ മീ വാട്ട് ഇസ് ദ ഗ്യാരണ്ടി? ഞാൻ പറയാം, എനിക്കൊരു മകളുണ്ട്. എൻ്റെ മകളുള്ള വീട്ടിൽ എനിക്ക് ഇദ്ദേഹത്തിനെ കയറ്റാൻ പേടിയാണ്. ഇതിൽ ടെററിസ്റ്റ് സൈഡില്ല, സ്മഗ്ലിംഗ് നമുക്കറിയണ്ട, അത് നമുക്കറിയണ്ട, കടകംപള്ളി കയറി പിടിച്ചോ അത് നമുക്കറിയണ്ട, ഇത് നമുക്കറിയണ്ട. യുനോ ദേ ആർ നോട്ട് ആക്ച്വലി ലെറ്റിംഗ് യു ടു സേ മോർ ആൻഡ് മോർ ഇൻ ഡീറ്റെയിൽ. ശ്രീരാമകൃഷ്ണ എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്? എന്താണ് ശ്രീരാമകൃഷ്ണന്റെ പ്രശ്നം? കൊച്ചുകുട്ടി കോളേജ് സ്റ്റുഡൻറ്റ് കുഞ്ഞ ഹാസ് നോട്ട് എൻജോയ്ഡ് I think too much of Maram Chutti Prayamam. So he wanted to do that with you? Yeah, he wanted to, maybe because he sings songs. Oh, is he? Yeah. Oh, he's a singer. He sings poems, in fact. ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ then immediately he'll say 12 മക്കളെ പെറ്റൊരമ്മ എൻ്റെ മക്കളിൽ ഞാനൊൻ ഭ്രാന്തൻ, and I don't understand half the things because it's all ghazal and it's all that happens in his house. In his house, yeah. He invites you. I cannot just walk in there without him inviting me, right? Because we have to clear all the security, this thing, right? Why do you go there for this sort of sessions? Because he likes to sit and talk. See, he's frustrated, and come on, he's a good friend. He was a good friend. In fact, my character, my service, representing the consulate to the parliament and all that, he has given me a letter also. അപ്പോൾ അത്രയും നല്ലൊരു ക്യാരക്ടറാണെന്ന് തുടക്കത്തിൽ തോന്നി. എല്ലാവരുടെയും കുടിക്കത്തില്ല, ബിക്കോസ് ആൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അപ്പോൾ no, he is sexually frustrated, but he would like to drink with me, and make me listen to all the stupid poetries and poems which he has heard in his childhood or something, എല്ലാം ഒരെണ്ണം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് എൻ്റെ മക്കളും എൻ്റെ അമ്മയും അവരൊക്കെ ഉള്ളിടത്തേക്ക് എങ്ങനെയാണ് ഈ വനിതയെ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുക, അവരെല്ലാവരും എൻ്റെ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ശിവശങ്കർ സാറിനെയും ജയശങ്കറിനെയൊക്കെ കൊണ്ടേ അവിടെ പോയിട്ടുള്ളൂ. നേരത്തെ ചെല്ലുക, അരമണിക്കൂർ നേരത്തെ, അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ ചെല്ലാൻ പറയും. I make sure that I go with them. കിടന്ന് ഉറങ്ങൂല്ല, ഭക്ഷണം കഴിക്കും നല്ലപോലെ. താഴെ എല്ലാ ഭക്ഷണങ്ങളുണ്ടാവും. സെർവൻസ് മെയ്ഡ്സ് ഒക്കെ മാറ്റിയിട്ടായിരിക്കും ബെഡ്റൂമിലായിരിക്കും നമ്മളെല്ലാവരും. ഓൾസോ ഇൻ ദ ബാൽക്കണി. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഹി കനോട്ട് ഡു ഇറ്റ് ഇൻ പബ്ലിക്. ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഞാൻ പറയട്ടെ, I have very clearly told all these people need a sexual platform to fulfill their desires in Kerala. People should give them some personal time. So നമ്മളൊരു husband and wife ആണെങ്കിൽ we tell each other, right? Give us space. You need to actually think about a new type of a government where the government officials are given enough time for their personal affairs, away from cameras, away from spy cameras. To the last person, what do you think about this KT Jaleel? KT Jaleel is a businessman. Shrewd businessman. He can kill anybody for business. He can bend anybody for business. Sexual advances
I have not heard. 10 പൈസയുടെ വരുമാനമില്ല, ഒന്നും കയ്യിലില്ല, എനിക്ക് ബിസിനസ് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ അക്കൗണ്ടിലൊക്കെ ആര് വേണേലും വന്നിട്ട് നോക്കട്ടെ എന്നൊക്കെയാണ്. അതെ, അങ്ങനെയല്ലേ ഷൂഡ് ബിസിനസ്മാൻ, അങ്ങനെയാണ് എല്ലാവരും പോപ്പർ ആയിട്ടല്ലേ ഡിക്ലെയർ ചെയ്യണം when they reach the level. Tell me which businessman is not a pauper? That is true. Yeah, agree. Okay. അടുത്ത വിഷയം, കാർബൺ ഡോക്ടർ പറഞ്ഞിട്ട് സാധനം സന്ദീപിന്റെ. എന്നിട്ട് പുസ്തകത്തിൽ പറഞ്ഞത് കാർബൺ ഡോക്ടറിന് KSRTC-യിൽ നിന്ന് ഒരുപാട് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോയത് വലിയ പ്രോട്ടോകോളൊന്നും ഇല്ലാതെ പുള്ളിക്കാരൻ നിയമസഭയിൽ നിന്ന് ഇറങ്ങിയാ വന്നത് ആ ദിവസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് when he came over there, he said, make sure that this is actually tied with the startup mission. This is a very good thing that Shiv Shankar can take it to another level. So Shiv Shankar sir, Sri Ramakrishnan sir and everybody had a discussion, and then Shiv Shankar sir came up with this idea that all the KSRTC buses can be decarbonized. So this contract will be given to Sandeep and to be done through Carbon Doctor. So the first 100 buses can be done for free. ഇല്ല, അപ്പോഴത്തേക്കും ഈ കേസിന്റെ പ്രശ്നം വന്നിട്ട് സന്ദീപ് അകത്തായി പോയി. ഇനി അത് തുടങ്ങിയോന്ന് അറിയില്ല. സ്വപ്ന, ഈ 3 പ്രധാനപ്പെട്ട ആളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചിട്ട് സ്വപ്ന സംസാരിച്ചു. യഥാർത്ഥത്തിൽ സ്വപ്ന 3 രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞതോടുകൂടി ഫലത്തിൽ അവരുടെ രാഷ്ട്രീയം തന്നെ ഏതാണ്ട് അവസാനിച്ച പോലെ ആയിപ്പോയി. കേരള രാഷ്ട്രീയത്തിൽ അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഇടപെടലായിരുന്നു അന്ന് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ MLA ആണ്, കഴക്കൂട്ടത്തണിയെന്നാണ് എൻ്റെ MLA ആണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് CPM-ൻ്റെ. അതുപോലെ തന്നെ ദേവസ്വം ടൂറിസം മന്ത്രിയായിരുന്നു. അപ്പം ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് സ്വപ്ന പറഞ്ഞത് കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങനെ ഒരു മന്ത്രിക്ക് പിന്നെ ഇപ്പം പെമ്മക്കളുള്ള വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് സ്വപ്ന പറഞ്ഞാൽ, ഞാനതിൽ ഏതോ ഒരു TV ചാനലിൽ പോയി സംസാരിച്ചപ്പോഴത്തേക്കും എന്തിനാണ് ഇയാൾ ജീവിച്ചിരിക്കുന്നത്, തൂങ്ങി ചത്തൂടി ഇയാൾക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ആ നിലയിൽ അത് ചോദിച്ചു. എന്നിരുന്നാൽ പോലും ഒരു CPM-ൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും ഒരു MLA-ക്കും ഒരു മന്ത്രിക്കും ഇത്രയും അങ്ങോട്ട് താഴാൻ പറ്റുമോ? ഇത്രയും അങ്ങോട്ട് താഴുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നു സ്വപ്നയുടെ ഈ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള അനുഭവം ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് ഒരു ഇനോഗ്രേഷനാണ്. അന്ന് തന്നെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ സംതിങ് റോങ് വിത്ത് ഹിം, ബിക്കോസ് ബീയിങ് എ മിനിസ്റ്റർ he actually ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും he came and put his hand across my shoulder and I had to actually do this because he's not supposed to do that. ഇത് ഒരു ഫോട്ടോ എടുക്കുന്ന സെഷൻ ആണല്ലോ. ഈ സെന്റർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആരുടെയാണ്, പ്രാൺ ഫെർട്ടിലിറ്റി സെന്റർ which is in Kumarapuram. I think it belongs to his relative or something. I'm not very sure about that. So he was little more casual. How did you happen to be there? Consul General was invited for the inauguration, so I had to go with him and the secretary over there. Adu kayinittu then he called me the next day saying that I was shocked to know that you are a Malayali. I thought you are Consul General's wife. You know, the dressing and the attire and the he started praising me. So I said, "Valicha karyam parnolu, no issues." And he was just telling me about a placement of a woman in our consulate. So I said, "Tell her to come and meet me. There's no point. There's no problem. We'll work it out." Other guy, he called me for his son's job in UAE. He said he doesn't want to approach Yusuf Ali. He wants to do through the consulate, and the son is second one. He is actually an engineer or something of that sort, and we were trying for a job for him. And then later, he started calling on and off regarding his son's job. He comes often to the consulate, drinks tea, and then sits and talks casually to the Consul General. He has even come to the Consul General's residence for dinner. I have taken my elder brother and my younger brother to his residence also for a dinner because he invited all of us there. No, he speaks Malayalam. Then one fine day he sends messages like Umma, Imma, all those things, and then I just ignored. WhatsApp messages. ഒരു ദിവസം ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് I remember it was shocking. He just called up and I said, "Hello sir, പറയൂ" എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് he immediately started making some weird noises which is more or less like satisfaction കിട്ടുന്ന
kind of dirty noises and all that. So I disconnected the call and I told him. I gave him right on his face over the phone and I said, next time you do this shit, you will know. But still, he doesn't stop. He's that shameless. Oh, he continues. He continues. It doesn't really make a difference at all. Hayat Bolgati, Hayat's inauguration, he literally called me to the room. And I said, this time I need to show him. I told the PRO to, let's go near the door, ring the bell, and then he's there wrapped around in a towel with all dye all over, and then he said, "You come inside and wait for 5 minutes, I'll just take a shower and come." He's that frustrated, that shameless. He was telling on the news the other day that he accidentally came to my house with a lot of people. Nobody can accidentally walk into my house. I was sitting with him on a dais for an NRI is this thing at Ramupuram, which belongs to my mother's native. And then I said, we just stay nearby. My mom's house is nearby. So he said, and he came, my mother made tea, gave him mangoes, he ate all the mangoes, he drank tea, and then he came and he says that it was a mistake, he didn't know. But then now I really feel a lot of respect for him because he is just that one gentleman in Kerala's political field today who has so much of pain in Honorable Chief Minister sending me to the jail. Because Yadana ഒരുപാട് അനുഭവിച്ചെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി is not ready to fight, so I respect. യാതന അനുഭവിച്ചു. അപ്പോൾ ഞാൻ ആ സ്ത്രീയെ അനുഭവിച്ച യാതന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മാനസിക നില മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒന്നിനും നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലും ഞാൻ തെറ്റാ അദ്ദേഹത്തിനെതിരെ. ബിക്കോസ് മുഖ്യമന്ത്രി എന്നെ മനഃപൂർവ്വം ജയിലിൽ വിട്ടതാണെന്നും അത് യാതനയാണെന്നും അത് തെറ്റായിരുന്നു എന്നും ഞാൻ എൻ്റെ മാനസിക നില തെറ്റിയിരിക്കുക, അതുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കാൻ വരില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ MLA-യോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം അല്ല ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു മന്ത്രിയായിട്ടുള്ള ഒരാള് ഈ പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ എക്സ്ട്രീം അല്ലേ? ഇത്രയും പ്രായമായി ഇത്രയും ഒഫീഷ്യൽ പവറിലിരിക്കുന്ന ഒരു സ്ത്രീയോട് മതിമറന്ന് ഫോണിൽ പോലും മന്ത്രി എന്നുള്ള രീതിയിലും മതിമറന്നിട്ട് വിളിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാണാൻ കൊള്ളാമെന്നുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 കഴിഞ്ഞ് നിവർത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛനോ അമ്മയോ ഇതിനെയും കൊണ്ട് അയാളടുത്ത് പോയി കഴിഞ്ഞാൽ ടെൽ മീ വാട്ട് ഇസ് ദ ഗ്യാരണ്ടി? ഞാൻ പറയാം, എനിക്കൊരു മകളുണ്ട്, എൻ്റെ മകളുള്ള വീട്ടിൽ എനിക്ക് ഇദ്ദേഹത്തിനെ കയറ്റാൻ പേടിയാണ്. ബിക്കോസ് എത്ര ചീത്ത പറഞ്ഞാലും എത്ര വഴക്ക് പറഞ്ഞാലും ഒരു പക്ഷേ ചെരുപ്പ് വഴി അടി കൊടുത്താലും ഹി ഈസ് ഷെയിംലെസ്, ഹി വിൽ കം ബാക്ക് അഗൈൻ റിട്ടേൺ ആൻഡ് എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ്ഫുൾ ആവണം, അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി എന്തും എത്ര തരം താണാലും ഒരു മടിയില്ല എന്നുള്ളതാണ് അല്ലേ? തരം താഴുന്നതാണോ അതോ അദ്ദേഹത്തിന് അങ്ങനത്തെ മാനസിക അസുഖം വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നീ ചോദിക്കാനുള്ള ചോദ്യം ഈ NIA-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമുക്കറിയാം NIA എന്ന് പറഞ്ഞ കേന്ദ്രത്തിലെ ഏറ്റവും ശക്തമായൊരു സംവിധാനമാണ്. ഈ വാദികൾക്കെതിരെയും അല്ലെ ടെററിസ്റ്റുകൾക്കെതിരെയും UAPA ചുമതലൊക്കെ തന്നെയാണ്. പക്ഷെ സ്വപ്ന ഓൾ ത്രൂ ഈ NIA കുറിച്ച് പറയുമ്പോൾ NIA സ്വപ്നയ്ക്കെതിരായിരുന്നുവെന്നും NIA പിണറായി വിജയൻ അനുകൂലമായിരുന്നുവെന്നും അല്ലെങ്കിൽ ശിവശങ്കരൻ അനുകൂലമായിരുന്നു എന്നൊക്കെയുള്ള വാദഗതിയാണ് സ്വപ്ന ഉയർത്തിയിട്ടുള്ളത്. പക്ഷെ അതൊരു അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം കേന്ദ്ര ഗവൺമെന്റിലെ അമിത്ഷായുടെ കീഴിലുള്ളൊരു സ്ഥാപനമാണ്, ഏറ്റവും ശക്തമായൊരു സ്ഥാപനമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ. ആ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പുറമെങ്കിലാണെങ്കിൽ പോലും ഒരു CPM മുഖ്യമന്ത്രിക്ക് അനുകൂലമായി നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നമുക്കത് അങ്ങോട്ട്? കാരണം വെച്ചാൽ CPM-കാരൊക്കെ പറയുന്നത് ഇതാണ്, NIA പോലും അന്വേഷിച്ചു, NIA അന്വേഷിച്ചിട്ടും ഒരു ചുക്കും ഉണ്ടായില്ല, NIA-ക്ക് ഒരു തെളിവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അപ്പോൾ പിന്നെ ഇതിനകത്ത് എന്താണ് അർത്ഥമുള്ളത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ NIA ഇങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വാസയോഗ്യമാവുന്നത്? ആസ് യു സെഡ് NIA അമിത്ഷാ സാറിൻ്റെ കീഴിലുള്ളതാണോ ആരുടെ കീഴിലുള്ളതാണോ ഇറ്റ്സ് നോട്ട് ഓഫ് മൈ ബിസിനസ് ബിക്കോസ് ഐ എം എൻ അക്യൂസ്ഡ് ഓഫ് ദി NIA കേസ്. ഈവൻ ഐ ബിലീവ്ഡ് that all those officials are straightforward and very good and they're actually understanding what is actually happening, but they are not bothered. And if at all ee കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ they say ഇതൊന്നും നമുക്കറിയണ്ട, this is not our cup of tea, this is not our subject, ഈ കേസ് എടുക്കുന്നതിൽ നമുക്ക് നാണക്കേടുണ്ട്.
മുഖ്യമന്ത്രി പറഞ്ഞ ലെറ്റർ അയച്ചുകൊണ്ടാണ് നമ്മൾ ഈ കേസ് എടുത്തത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഇല്ല, ഇതിൽ ടെററിസ്റ്റ് സൈഡില്ല, സ്മഗ്ലിംഗ് നമുക്കറിയണ്ട, അത് നമുക്കറിയണ്ട, കടകംപള്ളി കയറി പിടിച്ചോ അത് നമുക്കറിയണ്ട, ഇത് നമുക്കറിയണ്ട. യുനോ ദേ ആർ നോട്ട് ആക്ച്വലി ലെറ്റിംഗ് യു ടു സേ മോർ ആൻഡ് മോർ ഇൻ ഡീറ്റെയിൽ. അതെ. And they got all my electronic devices and all my evidences, and I'm saying check. But they did confront about all these mantrimarde issues alla to just to laugh. And then adu kayinittu confrontation of my with me and Shiv Shankar sir, that was really, shocking. Anna njan actually thiricharayan I am in the wrong hands. Shiv Shankar sir comes and sits like this and says, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു 6.5 മാസം അങ്ങനെ കിടന്നോളൂ. And he is there with the mobile phone. What is confrontation? Why are you actually called for a statement? Because they are trying to find out whether you can be also included in the accused list. Your involvement in the entire scam is equivalent to mine, if at all I have done something. So then how come he is treated as a VVIP? He is in the confrontation room with the mobile phone, and they both are sitting in confrontation and talking about Rahul Nair, sir, Shiv Shankar sir. NIL നമ്മളുടെ he is not the investigating officer, but he was sitting there. പുള്ളിക്കാരനും ശിവശങ്കർ സാറും കൂടി ഇരുന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യം ശിവശങ്കർ സാർ നോക്കുമായിരുന്നു. if media wasn't there, അതുകൊണ്ട് പേടിക്കണ്ട. 6 months കഴിഞ്ഞാൽ 6th month കഴിഞ്ഞ് first day you can apply for bail and you will get bail. സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും that is not confrontation. That is actually assurance that you behind the bars, let the investigation stop at you. That is when I understood that these people are together. How can somebody come inside the room? NIA അങ്ങനത്തെ സ്ട്രിക്റ്റ് ഏജൻസി ആയതുകൊണ്ട് ഒരു സാധനവും അകത്ത് കയറ്റത്തില്ല. they have to leave it. Even the protection duty വരുന്ന ഓഫീസേഴ്സ് പോലും അവരുടെ മൊബൈലും ബാഗും ടിഫിനും എല്ലാം സെക്യൂരിറ്റി. Tell me, what is the meaning of all this? NIA എന്ന് പറയുന്നത് പിന്നെ വലിയൊരു ഗൂഢാലോചന നടക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത്. And you are telling me that ഇത് അമിത് ഷായുടെ താഴെ ഉള്ളതാണ്, ആ സാറിൻ്റെ താഴെ, ഈ സാറിൻ്റെ താഴെ. But how come a habitual offender like Sandeep Nair, who has already a previous smuggling case, become a Mapasakshi in this NIA case? വലിയ ഗൂഢാലോചനയാണ് നിങ്ങൾക്ക് NIA മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് നടത്തിയത്. They are supposed to make somebody a Mapasakshi or whoever it is according to the degree of involvement. Absolutely. And Sandeep is a person who does not know ഇതിൻ്റെ മേലേക്കുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ മേലെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ, കോൺസുലേറ്റും അതിൻ്റെ ആൾക്കാരുടെ കാര്യം he doesn't know. The consignment came in the name of Rashid Khamis Al-Shameli. He is not an accused in the NIA case. They were every time giving out news, something which was totally not related. An Indian can be a terrorist, a UAE national cannot be a terrorist. ഇനി ഒന്നുകൊണ്ട് കാര്യം, അതായത് നമ്മുടെ പിന്നെ ഷാജൻ സ്ക്രിയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങൾ വളരെയധികം ഞെട്ടിച്ച സംഭവങ്ങൾ. ഒന്ന്, ജയിലിൽ നിങ്ങൾക്കുണ്ടായിരുന്ന അനുഭവം, ജയിലിൽ വെച്ച് നിങ്ങളെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചു അല്ലേ, അതൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയ കാര്യം, ജയിൽ DIG ഒരു അജയകുമാറിനെ കുറിച്ചിട്ട് നിങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് എടുത്ത് കണ്ടില്ല. എങ്ങനെയായിരുന്നു ഈ അജയകുമാർ എന്ന് പറഞ്ഞ ആരായിരുന്നു? DIG ആയിരുന്നു അല്ലേ? DIG. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ, എങ്ങനെയാണ് ആയിരുന്നു ഒരു വനിത എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്? വളരെ മോശപ്പെട്ട ഒരു പേഴ്സണാലിറ്റിയാണ് അയാൾ. ബിക്കോസ് ദിസ് ജെന്റിൽമെൻ ഫസ്റ്റ് ഡേ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല വൃത്തിയുള്ള സെല്ലൊക്കെ ആണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് എവറി അതർ ഓൾട്ടർനേറ്റീവ് ഡേ ഹി വിൽ കം ആൻഡ് സിറ്റ് ആൻഡ് ടോക്ക് ടു മീ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. ഐ ഷുഡൻറ്റ് റിയാക്ട്. He
openly tells me, don't tell anything about anybody. Same dialogue like Shivshankar sir. 7 months എന്തായാലും ഇവിടെ കിടക്കണം, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കൂ, കഴിക്കൂ, കിടക്കൂ. അപ്പോൾ ഐ സെഡ് ദിസ് ഇസ് എ ജയിൽ, ഐ നീഡ് ടു ബി വിത്ത് മൈ ചിൽഡ്രൻ, ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ് റോങ്. അതൊക്കെ അങ്ങ് പൊയ്ക്കോട്ടെ. വോയിസ് റെക്കോർഡിംഗ് വന്നപ്പോൾ അദ്ദേഹം പറയുന്ന രീതിയിൽ ലെറ്റർ എഴുതി കൊടുക്കണം, അദ്ദേഹം പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം, എൻ്റെ ലോയറിനെ തള്ളി പറയണം. ഐ സെഡ് ഐ കനോട്ട് ഡു ഓൾ ദോസ് തിങ്സ് വിത്തൗട്ട് ആസ്കിങ് മൈ കൗൺസിൽ. Then he became my enemy. When he became my enemy, what happened? എല്ലാവരും ടി വി കാണാൻ പോകുമ്പോൾ കൊഫേപ്പോസ് ഡെറ്റിന്യൂ ഹാസ് ലിറ്റിൽ മോർ റൈറ്റ്സ്. അതെല്ലാം നിഷേധിച്ചിട്ട് എന്നെ റൂമിൽ പൂട്ടിയിരുത്തുക, എന്നെ ഒറ്റയ്ക്ക് കടത്താൻ ശ്രമിക്കുക, എൻ്റെ സെല്ലിൻ്റെ വെളിയിൽ ഇരിക്കുക, ആരെങ്കിലും എന്നോട് സംസാരിച്ച് ആ വ്യക്തികൾക്ക് അപ്പം തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കുക. ആൻഡ് he keeps calling up and finds out if that woman is okay, that crazy woman. Because of his mental torture, the mental torture he gave me, I'm not supposed to talk. Denied right to communication. Human right ആണത്, സംസാരിക്കുക എന്നുള്ളത്. He never allows me to talk to anybody over there. He will fire the superintendent, he will fire the officials, and he comes and talks to everybody else. ഒരു ജയിൽ ഡേയുടെ വേദിയിലിരുന്നുകൊണ്ട് this gentleman is saying, അന്വേഷണ ഏജൻസികളുമായിട്ട് നിങ്ങൾ വരെ പോയി കഴിഞ്ഞാലും ഞാൻ റെഡിയാക്കി കളയും. ഭീഷണിയാണ്. ഇത്രയും ഇൻമേറ്റ്സ് ഉള്ളിടത്ത് വേദിയിൽ മറ്റേ ഗസ്റ്റൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും he is talking to me on the mic. I gave my 164, it is none of his business. He is just a jail official. He doesn't have anything to do with the politics. But he was playing pure politics. He was actually coming there upon somebody else's command to brainwash me. എന്താണ് കഴിക്കാൻ വേണ്ടത്, ഡൈ അടിച്ചു, അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, കാൻ't you be beautiful, can't you sit inside the jail very beautifully, don't wear black, only wear color, I like to see you in color എന്നൊക്കെ പറഞ്ഞ് ആദ്യം തുടങ്ങിയിട്ട് പിന്നെ he became my enemy. ടി വി കാണാൻ സമ്മതിക്കത്തില്ല, നിരന്തരം ഫിറ്റ്സ് വരുന്ന രീതിയിൽ ടോർച്ചർ ചെയ്യും. അപ്പം ഞാൻ when I started speaking, I have a problem. കൂടുതലും പെട്ടെന്ന് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കത്തുള്ളൂ, ആൻഡ് സ്പെഷ്യലി when I'm tensed, I speak in English. ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ ഇൻമേറ്റ്സ്, എല്ലാവരും ഇറങ്ങി ഇങ്ങനെ നിൽക്കുമല്ലോ, ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ ഇൻമേറ്റ്സ്, എടി നീ അങ്ങനെ ചെയ്യേണ്ടടി, നീ മലയാളത്തിൽ സംസാരിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അപമര്യാദയായി ഒരു സ്ത്രീയോട്, വെദർ ഷീ ഈസ് ആൻ അക്യൂസ്ഡ്, വെദർ ഷീ ഈസ് എ കൊഫെപ്പോസ് ഡെറ്റിന്യൂ, വെദർ ഷീ ഈസ് വാട്ട് എവർ, ഷീ ഈസ് എ ലേഡി, ദർ ഈസ് എ ഡെക്കോറം ദാറ്റ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ദിസ് ജെന്റിൽമാൻ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ് പൊസിഷൻ. വെറും വാ തുറന്ന മുനിസിപ്പാലിറ്റീസിലും ഡേർട്ടി സ്മെൽ, I would say in words. You know, the way he talks, he is not qualified to become an official. I don't care what he says. CCTV-യിൽ എല്ലാം റെക്കോർഡഡ് ഉണ്ട് എന്നാണ് പറയുന്നത്, CDAC വന്ന് എടുക്കാറുണ്ട്. So you can see the CCTV, or you can even hear the voice if they have recorded the voice, that what a dirty Malayalam he speaks. And because I gave my 164, ഈ 164 കൊടുക്കുന്നതിനും ആ കസ്റ്റഡിക്ക് പോകുന്നതിന് മുമ്പേ these people started giving me, if we can order lime juice or something, coffee from the canteen. The superintendent drinks and gives me. Why? And when I asked her, why are you drinking only mine? She said, you have threat. This man came to the jail and told me that വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലും, നിങ്ങളെ മക്കളെയും കൊല്ലും, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കിടക്കുന്നതാണ് നല്ലത്. Who will kill me? How did he get that message? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ, ED വരുമ്പോൾ, ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. പോലീസ് ഓഫീസർ ഇരിക്കണം, വെൽഫെയർ വരണം, ബാക്കി എല്ലാവരും വരണം. അതേപോലെ എൻ്റെ വീട്ടുകാർ വരുമ്പോഴത്തേക്കും വെൽഫെയർ ഓഫീസർ ക്യാൻ സ്റ്റാൻഡ് ജസ്റ്റ് ടു നോട്ട് ടു ലിസൺ കെയർഫുള്ളി. പക്ഷേ എൻ്റെ അമ്മയും മക്കളും വരുമ്പോഴത്തേക്കും വേറൊരു പ്രസൻ ഓഫീസറും വെൽഫെയർ രണ്ട് ചെവി നെറ്റിൽ ഇങ്ങനെ വെച്ചേക്കും. വാട്ട് ആർ ദേ ടോക്കിംഗ്? I have to stand here so that we scream and we don't talk about the case. എല്ലാവരും ജയിലിൽ ബൂത്തിൽ കാർഡ് ഇട്ടാണ് വിളിക്കുന്നത്. I also have a card. പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ ടാബ്, സൂപ്രിൻറ്റൻഡൻറ്റിൻ്റെ റൂമിൽ ടാബ് വാങ്ങിച്ചിട്ട് ആ ടാബിൽ സ്പീക്കറിലിട്ട് റെക്കോർഡ് ചെയ്യും ഞാൻ എൻ്റെ അമ്മയോടൊക്കെ എന്താണ് സംസാരിക്കുന്നത്. They will decide and tell me what to speak and what not to speak. I said, why are you guys doing this? Why is this done to me? Why it's not done to other cold-blooded murderers who have been sentenced over there? Why only me? Why are you recording my voices? എനിക്ക് ഏത് ഡോക്യുമെൻറ്റ്സ് വന്നാലും അത് ഉടനെ സെറോക്സ് കോപ്പി എടുത്ത് അയക്കും. എന്ത് ഹെൽപ്പ് ചോദിച്ചാലും they will not take a decision. This DIG is the one who's controlling Swapna's movements because DIGക്ക് ദേഷ്യമാണ്. അയാൾക്ക് എന്താണ് ആവശ്യം?
വെരി വെരി ഡേർട്ടി. ബിക്കോസ് ഇത് കറക്ഷണൽ ഹോം എന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടിട്ടിട്ട് ഇവർ നമ്മളവിടെ കൊലയ്ക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അത്രയും മെൻ്റൽ ടോർച്ചർ ചെയ്ത് ഞാനൊന്നേ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഫിറ്റ്സ് വന്ന് മരിക്കുക എന്നായിരിക്കും അവരുടെ അജണ്ട ആയിരുന്നു. എന്തോ ആയുസ് കിടക്കുന്നതുകൊണ്ടും ദൈവത്തിന് എന്തോ പദ്ധതി ഉള്ളതുകൊണ്ടും ഐ കെയിം ഔട്ട് ഓഫ് ഹിസ് ഹാൻഡ്സ്. വെരി വെരി ഡേർട്ടി മാൻ. എന്നിട്ട് എനിക്കെതിരെ 3 കേസ് DGPയെ കൊണ്ട് കൊടുത്തു. ജയിൽ DGP 164 കൊടുത്തത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട്, അല്ല ത്രെട്ട് ലൈഫ് ത്രെറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ 3 മിസ്ലേനിയസ് കേസ് കൊടുത്തു DGPയെ കൊണ്ട് ഇയാൾ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടെൻഷൻ വന്നു. ഇനിയൊരു കാര്യം, ഈ കോവിഡ് കാലത്തുള്ള നിങ്ങളുടെ യാത്ര അതിനെക്കുറിച്ചിട്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കൊല്ലാൻ കൊണ്ടുപോയി എന്നാണ് അല്ലേ? അപ്പോൾ എന്താണ് അങ്ങനെയാണോ? കൊല്ലാൻ കൊണ്ടുപോയതാണെന്ന് പറയാൻ കാര്യം സന്ദീപും ശിവശങ്കർ സാറും കൂടിയാണ് ഈ എൻറ്റയർ യാത്ര പ്രിപ്പയർ ചെയ്ത് എന്നെ കൊണ്ടുപോകുന്നത്. ശിവശങ്കർ സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വണ്ടി കയറിയത്. കൊച്ചിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് സൈൻ ചെയ്യാൻ പോകാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ എന്നെ കൊച്ചിയിൽ പലയിടത്തും താമസിപ്പിച്ചു. കുറേ പയ്യന്മാരെ വെളിയിൽ നിർത്തി. when I spoke to ഫോണെല്ലാം എൻ്റെ നിന്ന് പിടിച്ചു വാങ്ങിച്ചു. when I spoke to Shivshankar sir, he told me just be quiet, listen to Sandeep, I'll speak to him, let the investigation stop at you, it should not reach to us. This was the last note that he was telling me. So I followed them. കൊച്ചിയിൽ വെച്ച് എൻ്റെ വീട്ടുകാരെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കി. ഞാൻ കരഞ്ഞു. എൻ്റെ മക്കളില്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ബാംഗ്ലൂർ എത്തിയിട്ട് ഞാൻ പാസ് നോക്കിയപ്പോഴത്തേക്കും പാസിൽ 4 പേരെ യാത്ര ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ഇസ് സന്ദീപ്, that is Jayashankar and my 2 kids. My name is not there. And then they tell me that from Bangalore my children and husband will go back to Trivandrum and I will go to Bombay, from there to Nagaland and then be there till everything settles down. So then it is very clear. The agenda was clear and the message from Shivshankar sir was also very clear that the investigation should stop at you. ഇനി 2 കാര്യം കൂടെ ഉള്ളൂ. ഒന്ന്, ഒരു ബിരിയാണി ചെമ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ബിരിയാണി ചെമ്പിനെ കുറിച്ച് പറഞ്ഞതും അത് വളരെ പരിഹാസമായിട്ടൊക്കെ പലരും ട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ബിരിയാണി ചെമ്പ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പ്, അതിനകത്ത് സ്വർണം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണത്? എന്താണ് അതിനെ കുറിച്ചിട്ട് പറയുന്നത്? ഞാനത് നിങ്ങൾ പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. എന്നാലും 35-40 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി, ബിഗ് ഹ്യൂജ് വെസൽസ് വിത്ത് എന്ന് വെച്ചാൽ 5-6 പേര് കയറ്റിയാൽ പിടിച്ചാലേ അത് പിടിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദെൻ ദാറ്റ് ഹാസ് ടു ഗോ ഇൻ ടു എ ബിഗ് വെഹിക്കിൾ. ഇറ്റ് കനോട്ട് ഗോ ടു എ സ്മോൾ വെഹിക്കിൾ. പ്രാഡോ, ലാൻഡ് ക്രൂസർ അങ്ങനത്തെ വണ്ടികളിലാണ് അത് കൊണ്ടുപോകണത്. ആൻഡ് മോർ ഓവർ ഇത് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് കയറ്റുന്ന സമയം മുതൽ എവരിബഡി ഈസ് അലേർട്ട്. ശിവശങ്കർ സർ ഇസ് അലേർട്ട്. അവിടെ പ്രോട്ടോകോൾ ഇല്ല, അവിടെ സെക്യൂരിറ്റി ചെക്ക് പാടില്ല. ദ കാർ ഗോസ് ഇൻ സ്മൂത്ത്ലി. PRO ബാക്ക് ചെയ്യുന്ന വണ്ടിയിൽ വിൽ ഫോളോ ടു ഫൈൻഡ് ഔട്ട് എൻഷുർ ദ സേഫ്റ്റി ഓഫ് ദ വെഹിക്കിൾ റീച്ചിങ് ദ ക്ലിഫ് ഹൗസ്. ബിക്കോസ് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ഫൈൻ. ആ പാനിക്കി സിറ്റുവേഷൻ ഓഫ് ദ കോൺസുൽ ജനറൽ. ആൻഡ് ദെൻ ദ ബിരിയാണി ഈസ് മിസ്സിങ്. Nobody sees it, nobody eats it. I don't think that the Honorable Chief Minister can eat so much of biryani. That is equivalent to 30-40 people who can eat, and his family. My God, what is he then? അതൊക്കെ എനിക്ക് മഴിച്ചു പോവില്ലേ? ഇനി 1-2 കാര്യം കൂടെ ചോദിക്കാനുള്ളത്. ഒന്ന്, അന്വേഷണത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, NIA അന്വേഷിച്ചു, കസ്റ്റംസ്, ED, ഈ 3 പേരാണ് അന്വേഷിച്ചിട്ടുള്ളത്. അതിൽ NIA അന്വേഷണം ഏതാണ്ട് ഈ 2ാമത് തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. പക്ഷെ പിന്നീട് NIA ഒന്നും കേട്ടിട്ടില്ല. സൂപ്പർ കേട്ടോന്ന് എനിക്കറിയില്ല. കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റംസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കസ്റ്റംസ് കൊടുത്തിട്ടുള്ള ചാർജ് ഷീറ്റിൽ പിന്നെ സ്വപ്ന സുരേഷ്, പിന്നെ ശിവശങ്കർ, അവരുടെയൊക്കെ പേരുണ്ട്, അൽ ഷൗക്രി ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടൊന്നും അതിനകത്ത് കാണുന്നില്ല. ED കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ED കുറിച്ചിട്ട് നിങ്ങൾ പിന്നെ സ്വപ്ന വളരെ ഒരു പ്രതീക്ഷ ഉള്ളതുപോലെയാണ് സംസാരിച്ചതായി ഞാൻ കണ്ടു. പക്ഷേ ED സംബന്ധിച്ച് എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ആസ് യു റിമെമ്പർ, ജൂൺ 7-8 തീയതികളിലോ മറ്റാണ് 164 സ്റ്റേറ്റ്മെന്റ് EDക്ക് കൊടുത്തത്. അത് കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ED ആ സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ നിന്ന് അവർ വാങ്ങിച്ചു. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. അതിനിടയിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി. അതിനെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത്. നിങ്ങളും അതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന 6 മാസമായിട്ട് ഒരു അന്വേഷണവും ED നടത്തുന്നില്ല.
ഇ ഡി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ പെറ്റീഷൻ ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ തീരുമാനം വന്നിട്ട് അന്വേഷിക്കാം എന്നാണ്. അത് തന്നെ അബ്സേർഡാണെന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 1. 2, ട്രാൻസ്ഫർ പെറ്റീഷനിൽ എന്ത് തീരുമാനം ഉണ്ടാവും എന്ന് സംബന്ധിച്ചൊന്നും ആർക്കും ഒരു പിടിയില്ല. അപ്പം എന്താണ് പ്രയോഗത്തിൽ സംഭവിക്കുന്നത്? ഈ ട്രാൻസ്ഫർ പെറ്റീഷൻ അവിടെ കിടക്കുന്നു, ദർ ഇസ് നോ ഇൻവെസ്റ്റിഗേഷൻ, ആൻഡ് യു ഫൈൻഡ് ദാറ്റ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഇപ്പം സർക്കാരിൽ വലിയ ഉദ്യോഗത്തിൽ ഇരുന്നുകൊണ്ട് എവിഡൻസ് എല്ലാം ടാമ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണത്തെ കുറിച്ചിട്ട് ഇപ്പം എന്താണ് സ്വപ്ന സുരേഷിൻ്റെ ഒരു എന്താണ് ഇതിനെക്കുറിച്ചിട്ട് സ്വപ്നയ്ക്ക് പറയാനുള്ളത്, ഈ അന്വേഷണത്തെ കുറിച്ചിട്ട്? Well, being an accused, we have limitations. പ്രതീക്ഷ വയ്ക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറം വേറെ ഒന്നുമില്ല. ബിക്കോസ് എല്ലാ എവിഡൻസസും അവരുടെ കയ്യിലാണ്. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ എവിഡൻസസും അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. I was completely depending on that little fellow Radhakrishnan sir, but when he turned out to become a big cheat, it was really shocking. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മാറ്റിയോണ്ട് വീണ്ടും ഒരു പ്രതീക്ഷ വന്നു. പിന്നെ ഇവരുടെ ഈ പ്രൊസീജിയേഴ്സ് എന്താണ്, ലോ എന്താണെന്ന് എനിക്കറിയില്ല. ട്രാൻസ്ഫർ പെറ്റീഷൻ്റെ ഡിസിഷൻ കഴിഞ്ഞ് ഇത് അങ്ങോട്ട് മാറ്റിയാൽ മാത്രമേ മുന്നോട്ട് അന്വേഷണം പോകത്തുള്ളൂ ആണ് പ്രതീക്ഷിക്കുന്നത്. അവസാനമായിട്ട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സ്വപ്ന ഒരു സാധാരണ സ്ത്രീയാണ്. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ചെറുപ്പകാലത്ത് വീട്ടിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ, അതൊക്കെ ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ ഇന്റർവ്യൂ തുടങ്ങുമ്പോഴത്തേക്കും ആരാണ് BD എന്ന് പറഞ്ഞ് തുടങ്ങണമെന്നാണ്, ബ്ലാക്ക് ഡാഡി. ഐ സെഡ് ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റാർട്ട് ദി ഇന്റർവ്യൂ ലൈക്ക് ദാറ്റ്. കാരണം അതിൽ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊരു അപ്സെറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇന്റർവ്യൂ അല്ലേ, അതുകൊണ്ട് ഞാനത് വിട്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ എനിക്ക് തന്നെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, നിങ്ങളുടെ ഫാമിലി ഡിസ്ക്രിമിനേഷൻ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ നിങ്ങൾ വലിയ ഉന്നതമായിട്ടുള്ള പൊസിഷനിലിരുന്നു, നിങ്ങൾക്ക് ഒരുപാട് സ്കിൽ സെറ്റുകളുണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഗംഭീരമാണ്. ഇപ്പം എൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്ത് സർക്കാർ വകുപ്പിൽ ഉന്നത പൊസിഷനിലിരിക്കുന്ന ഒരു സ്ത്രീ, അവരോടൊന്നിട്ട് പറഞ്ഞ് ഞാൻ സ്വപ്നയുടെ ആരാധികയാണ്. ഒരു വലിയൊരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ചെറിയൊരു സ്പിരിറ്റ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഭരണകൂടത്തെ അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങളൊരു സാധാരണ സ്ത്രീ, നിങ്ങൾക്കിപ്പോൾ ഇയാൾ ഈ സരിത്ത് മാത്രമാണ് ഇപ്പം നിങ്ങളുടെ ഉള്ളത്, പിന്നെ നിങ്ങളുടെ അഭിഭാഷകരുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഏത് നിലയിലാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങളെ ഏത് തരത്തിലാണ് പീഡിപ്പിക്കുന്നതാണെങ്കിൽ എനിക്ക് ഒറ്റ ശാസ്ത്രത്തിൽ തന്നെ നിങ്ങളെ എങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ളതെല്ലാം പറയാൻ പറ്റും. അതുപോലെ ഞാൻ വീഡിയോയിലൊക്കെ പറയാറുള്ളതാണ്. നിങ്ങളോട് ഏറ്റവും അനുഭാവപൂർവ്വം ഇടപെട്ടിട്ടുള്ള ഒരാളുമാണ്. നിങ്ങളൊരു പത്രസമ്മേളനത്തിൽ ബോധരഹിതയായി വീഴുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വൈകാരികമായിട്ടുണ്ട്. ഞാനത് അതിലെന്താണ് ഇടപെടാത്തതെന്ന് ചോദിച്ചിട്ടൊരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിനോട് ഞാൻ ഭയങ്കര ശോഭിച്ചിട്ടുണ്ട്. നിങ്ങളത് ഇങ്ങനെ വീഴുന്നു, നിങ്ങളുടെ മകൻ വന്നിട്ട്, അതൊക്കെ എനിക്ക് ഞാനൊരു ഭയങ്കര ഒരു വൈകാരിക ജീവിയാണ്, എനിക്കതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം നിങ്ങൾ ഒരു ഹാപ്പ്ലെസ് വുമൺ ഓൺ ദ വൺ സൈഡ്, ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഹൂം? ഏറ്റവും ചീഫ് മിനിസ്റ്റർ എന്ന് മാത്രമല്ല, there has been chief ministers in Kerala, but this chief minister is not the other chief minister, not like the other chief ministers. He's an autocrat, he has the party under his wraps. The government is also ഈ പറഞ്ഞ പോലെ അയാൾ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്, who is ഈ പറഞ്ഞ പോലെ unabashedly using his police to kind of thrash you. അപ്പോൾ ഒരു വശത്ത് ഒരു സാധാരണ സ്ത്രീ, മറുവശത്ത് എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്ന, ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിക്കുന്ന, സ്റ്റേറ്റിനെയും പോലീസിനെയും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളെ ഷാജ്കരൻ കാണാൻ വന്നപ്പോഴത്തേക്ക് ഷാജ്കരനുമായിട്ട് 2 ഡസൻ തവണ വിളിച്ച ആളാണ് ലോ ആൻഡ് ഓർഡർ ADG. ജസ്റ്റ് ഇമാജിൻ. അപ്പം ഒരു ഡേവിഡ് എഗൻസ്റ്റ് ഗോലിയാത്ത് പോലൊരു സ്ട്രഗിൾ അപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രഗിളിൽ ടു ബി വെരി ഫ്രാങ്ക്, ഈ സ്ട്രഗിള് എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നിങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളൊരു സാധാരണ സ്ത്രീയാണ്. അപ്പം ഈ പിണറായി വിജയനെതിരായിട്ടുള്ള നിങ്ങളുടെ സമരം നിങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്നത് തന്നെ അത്ഭുതകരമാണ്. അത് തന്നെ എനിക്ക് തന്നെ കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, എങ്ങനെ നിങ്ങൾ ഇവിടം വരെ കൊണ്ടുപോകും. ഹൗ ഡു യു ഈ പറഞ്ഞ പോലെ ഹൗ ആർ യു ഗോയിങ് ടു ഗോ അബൌട്ട് ഇൻ ദിസ് ടോട്ടലി അൺഈക്വൽ
totally unequal struggle, where the chief minister, fully supported by the state and the brute force, എന്ത് വൃത്തികേടും കാണിക്കാൻ മടിക്കാത്ത ഒരാൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് നീതി കിട്ടുന്നിടം വരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം, നിങ്ങൾ ഇതുവരെ കാണിച്ചൊരു ആർജവം നിങ്ങൾ ഇനിയും ഭാവിയിൽ കാണിക്കുമോ? അവസാന നിമിഷം വരെ. ബിക്കോസ് every public or human being right now is seeing him as Honorable Chief Minister. But he is also just a culprit. And there is a say, when a culprit does some criminal activity, he'll always leave a loophole. Correct? And that will come out. Because he is not God. As you call him, he is a notorious man. അത് കയ്യിലിരിക്കട്ടെ. ഓണറബിൾ ചീഫ് മിനിസ്റ്ററിൻ്റെ ഗുണ്ടായുസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കയ്യിരിക്കട്ടെ. ലെറ്റ് മീ സീ ഹൗ ഹീൽ സേവ് ഹിസ് ഡോട്ടർ. ലെറ്റ് മീ സീ ഹൗ ഹീ വിൽ കവർ ഓൾ ഹിസ് shady, really filthy activities. Somebody has to bring it out, or some way God will bring it out. Every day a thief or a liar cannot just keep doing things. He'll definitely will leave a loophole. Honorable Chief Minister has left loopholes. അപ്പം അതുകൊണ്ട് ഈ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു സ്ട്രഗിളിൽ you feel that there will be a light at the end of the tunnel. There will be, because വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് പൊളിറ്റിക്കൽ അജണ്ട ഇല്ല, എനിക്ക് പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ ഇപ്പം ഞാൻ കുറേയൊക്കെ കേൾക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഐ നോ ദറ്റ് ഹീ ഈസ് ആക്ച്വലി സെല്ലിങ് എവറിബഡി ആൻഡ് മേക്കിംഗ് മണി ടു ബിൽഡ് ഹിസ് ഡോട്ടേഴ്സ് എംപയർ. That is very selfish. He is a selfish father. He doesn't, he is not qualified to become an honorable chief minister. ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാൻ ഇന്നും വീണ്ടും പറയാനില്ല. Let honorable chief minister go and file a case suit against me, put me behind the bars, or even kill me. Let him, he is very good in shooting, or he has got a gun or whatever. He is more or less like an Naxalite or something. I don't know much about him. Let him come and do his real, let him show his real color, true color. I'll fight, because I don't consider him as honorable chief minister. He is not doing any good for my family. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ജയിക്കും എന്നാണ് സ്വപ്ന. യുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിൽ രണ്ടുപേരും മരിക്കും. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ തമ്മിൽ നടന്ന വളരെ ഒരു അടുത്തുള്ള ഒരു സംഭാഷണം, ഇത് ജനങ്ങൾക്ക് ഇത് കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ സഹായകരമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. നന്ദി.